ഇനി പാറുവാ. കൈലാഷ് സാർ ആട്ടിക്കോളൂ. ഇരിക്കു പാറു. ഇതെന്താ കൈലാഷ് സാറേ, ഇങ്ങനെയാണോ ഊഞ്ഞാലാട്ടുന്നേ? പാറുവിന് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് സ്പീഡിലായിക്കോട്ടെ. തൂന്തല്ലി വീഴണേ. പൊട്ടാത്തേതാ? ആ ആഹാ, മുക്തി അവിടെ മാറി നിൽക്കുകയാണല്ലോ. വരൂ, ഊഞ്ഞാൽ വന്നിരിക്കൂ. ഏയ് വേണ്ട, എനിക്കിതൊന്നും ശീലമില്ല. എനിക്ക് പേടിയാ. പേടിക്കണ്ട മുക്ത, ഞാൻ പതുക്കെ ആറ്റിക്കോളാം. അവക്ക് പേടിയാന്ന് പറഞ്ഞില്ലേ, പിന്നെ നിർബന്ധിക്കുന്നേ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. അപ്പു, ദർശനെ, മുക്തയെ പിടിച്ചിരുത്തുക. വേണ്ട ചേച്ചി, വേണ്ട ചേച്ചി, പേടിയാന്ന് പറഞ്ഞില്ലേ? മുക്തയിലേക്കല്ലേ പേടി മാറ്റുന്നേ? ചേച്ചി അവള് കൊണ്ടുപോകില്ലേ? ചേച്ചി പേടിക്കണ്ട തോന്നും. ഈ ഊഞ്ഞാല പൊട്ടി വീടാൻ ചേച്ചി എന്തോ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. ഞാനൊന്നും ചെയ്തു വെച്ചിട്ടൊന്നുമില്ല. എന്നാ പിന്നെ കേറി അത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ ആടുന്നില്ലെന്ന് പറഞ്ഞതല്ലേ? എങ്ങനെയുണ്ട്? താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണു. അത് തന്നെ. വേദന മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. വേണ്ട വേണ്ട, ഇപ്പൊ ഓക്കെയാണ്. എന്നാ നമുക്ക് സദ്യ കഴിക്കാനിരുന്നാലോ? അല്ല, സേനൻ ചേട്ടനും അപ്പു അവിടെ? അവരെ കാണുന്നില്ലല്ലോ. സേനന് വേണ്ടിയല്ലേ നമ്മൾ ഈ ആഘോഷവും സദ്യയൊക്കെ ഒരുക്കിയത്. എന്നിട്ടും സദ്യ കഴിക്കാതെ ആരോടൊരു വാക്കുപോലും പറയാതെ അവര് പോയോ? അയാളെ പോലെ ഉള്ളവരെ ഒന്നും വീട്ടിൽ കേറ്റരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ? എന്നിട്ടിപ്പൊ കണ്ടില്ലേ? വരിക വരിക.
ഇത് കൊള്ളാലോ. ഇതൊക്കെ സേൻ എപ്പോഴാ അറേഞ്ച് ചെയ്തേ? ആഹാ, ഏ? അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു. എനിക്ക് വേണ്ടി ഇത്രയും നല്ല വിരുന്നൊരുക്കിയ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ട് മാവേലിയായിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചു. സാക്ഷാൽ വാമനായിട്ട് ഞാനും ഉണ്ട്. ഓ, മാവേലിയെ മാമനെ സൽക്കരിക്കാൻ പറ്റിയതില് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ആ